രഞ്ജിത്തിനെ പോലീസിന് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യം നടന്നത്. ഇടതുപക്ഷ സഹയാത്രികനായ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്താൽ ഇലക്ഷൻ കാലത്ത് പാർട്ടിക്ക് ദോഷമുണ്ടാകുമെന്ന് CPM മനസ്സിലാക്കി. 2021 കോഴിക്കോട് നോർത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ CPM ആലോചിച്ച കലാകാരനാണ് രഞ്ജിത്ത്. അതിനാൽ തന്നെ പോലീസ് വേട്ടയ്ക്ക് അദ്ദേഹത്തെ വിട്ടുകൊടുക്കരുതെന്നായിരുന്നു തീരുമാനം. എന്നാൽ ഭരണം കിട്ടില്ലെന്ന് ഉറപ്പായ ഒരു സർക്കാരിനെ അനുസരിക്കാൻ പോലീസ് തയ്യാറായില്ല. രഞ്ജിത്ത് CPM അനുഭാവിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള കരുക്കൾ ശക്തമാക്കി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശുപാർശകൾ പൂർണ്ണമായി തള്ളി. അറസ്റ്റ് എന്നതിനപ്പുറം ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായില്ല. സംവിധായകന് വേണ്ടി ഒരു ഉന്നതൻ പലവട്ടം പോലീസുമായി ബന്ധപ്പെട്ടു. എന്നാൽ കമ്മീഷണർ ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ലെന്നാണ് വിവരം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയും പ്രൈവറ്റ് സെക്രട്ടറി A. പ്രദീപ് കുമാറും രാജിവെച്ചതിനാൽ CM-ൽ നിന്നും അനൗപചാരികമായ ഇടപെടലാണ് ഉണ്ടായത്. ഇത്തരം ഇടപെടലുകൾ വിജയിച്ചിരുന്നുവെങ്കിൽ ഒരാഴ്ചയോളം നീളുന്ന അവധിയിൽ മുഴുവൻ രഞ്ജിത്തിനെ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. കൃത്യമായ അവധി കണക്കാക്കി രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നു. സർക്കാരിന്റെ പോലീസിലുള്ള പിടി അയ്യുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. ജനുവരിയിൽ കിട്ടിയ പരാതിയിൽ ഇലക്ഷൻ കാലത്ത് പോലീസ് നടപടിക്ക് തയ്യാറായത് ശുപാർശകൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അതീവ രഹസ്യമായിട്ടായിരുന്നു പോലീസ് നീക്കങ്ങളെല്ലാം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S. കാളിരാജ്, മഹേഷ് കുമാർ, DCP അശ്വതി ജിജി എന്നിവർ മാത്രമായിരുന്നു കേസ് സംബന്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. പരാതിക്കാരിയുടെ മൊഴിയെടുത്തതുപോലും അതീവ രഹസ്യമായിട്ടായിരുന്നു. മറ്റു പോലീസുകാരെ ഒന്നും ഇതുമായി ബന്ധപ്പെടുത്താതിരിക്കാൻ കമ്മീഷണറും DCPയും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. രഞ്ജിത്തിനെ പിടികൂടിയത് സംബന്ധിച്ച വാർത്ത പുറത്തു വരുമ്പോൾ മാത്രമാണ് കൊച്ചി സിറ്റിയിലെ മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും വിവരങ്ങൾ അറിഞ്ഞത്. ഫോർട്ട് കൊച്ചിയിലെ സിനിമാ സെറ്റിലാണ് നടിയോട് അപമര്യാദയായി സംവിധായകൻ രഞ്ജിത്ത് പെരുമാറിയത്. 2 മാസം മുമ്പാണ് സംഭവമെന്നാണ് സൂചന. പരാതി പോലീസിലേക്ക് എത്തും മുന്നേ ഒത്തുതീർപ്പാക്കാൻ ശ്രമമുണ്ടായെന്ന് സൂചനയുണ്ട്. എന്നാൽ നടി പരാതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിൽ ഇടപെട്ടതും CPM നേതാക്കളാണത്രേ. പരാതി ലഭിച്ചതിനെ തുടർന്ന് നടിയുടെ വിശദമായ മൊഴിയെടുത്തതിന് പിന്നാലെ പ്രാഥമികമായ അന്വേഷണം കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെ നടത്തുകയും പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനിതാ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തത്. അതീവ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നതാണ് സൂചന. FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഉന്നതങ്ങളിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുകയായിരുന്നു. ഇതാണ് രഞ്ജിത്തിന്റെ കാർ തടഞ്ഞ് പ്രത്യേക സംഘം പിടിക്കാനുള്ള കാരണം. രഞ്ജിത്തിനൊപ്പം ഉണ്ടായിരുന്ന ബോബി കുര്യനെയും മറ്റൊരാളെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരുന്നു. അറസ്റ്റുണ്ടെന്ന് അറിഞ്ഞ് രഞ്ജിത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും വിവരമുണ്ട്. തൊടുപുഴ പോലീസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കൊച്ചി പോലീസിന് കൈമാറുകയായിരുന്നു. സ്വന്തം സിനിമാ സെറ്റിൽ യുവനടിയോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിലാണ് സംവിധായകനും നടനുമായ രഞ്ജിത്ത് കസ്റ്റഡിയിലായത്. തൊടുപുഴയ്ക്ക് സമീപം മുട്ടത്ത് കാർ തടഞ്ഞു നിർത്തിയാണ് ചൊവ്വാഴ്ച രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാത്രി 1 മണിയോടെ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച രഞ്ജിത്തിനെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ലൈംഗിക അതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ജനുവരിയിൽ ഫോർട്ട് കൊച്ചിയിലെ സിനിമാ സെറ്റിലെ കാരവാനിൽ രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി ലഭിച്ചത്. കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം എറണാകുളം നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. 2 ദിവസം നടിയുടെ മൊഴി രേഖപ്പെടുത്തി. കൊച്ചി DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപവൽക്കരിച്ചു. സംവിധായകൻ രഞ്ജിത്ത് കോഴിക്കോട് നോർത്ത് നിയമസഭാ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചനയുണ്ടായിരുന്നു. രഞ്ജിത്തുമായി CPM ചർച്ച നടത്തിയതായും മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചതായി വാർത്തകളുണ്ടായിരുന്നു. A. പ്രദീപ് കുമാറിന്റെ മണ്ഡലമായിരുന്നു കോഴിക്കോട് നോർത്ത്. പ്രദീപ് കുമാർ ഉൾപ്പെടെ 4 സിറ്റിംഗ് MLA-മാർ മത്സരിക്കേണ്ടത് CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണയായിരുന്നു. തുടർന്നാണ് പ്രദീപ് കുമാറിനെ പകരക്കാരെ നോക്കിയത്. ഇടതുപക്ഷ സഹയാത്രികനായ രഞ്ജിത്തിനെ മത്സരിപ്പിക്കുന്നതിൽ CPM-ൽ അഭിപ്രായ ഭിന്നതകൾ കുറവാണ്. പലപ്പോഴായി സർക്കാർ അനുകൂല നിലപാടുകൾ സ്വീകരിച്ച രഞ്ജിത്ത് ഇടതുവേദികളിലും പ്രത്യക്ഷപ്പെടാറുണ്ട്. കസ്റ്റഡി ജാമ്യാപേക്ഷകൾ ശനിയാഴ്ച മാത്രമേ പരിഗണിക്കുക എന്നതിനാൽ പീഡന കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്ത് ജയിലിൽ തുടരും. ഇന്നലെ കൊച്ചിയിലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസ് പരിഗണിച്ചെങ്കിലും പ്രൊഡക്ഷൻ വാറന്റ് തയ്യാറായിട്ടില്ലാത്തതിനാൽ ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി 9:30-നാണ് തൊടുപുഴയിൽ നിന്നും രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. നിലവിൽ എറണാകുളം സബ് ജയിലിലാണ്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കോടതി അവധിയായതിനാലാണ് ശനിയാഴ്ചയിലേക്ക് മാറ്റിയത്. അന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. രഞ്ജിത്തിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല കുറ്റകൃത്യം നടന്നെന്ന് കരുതുന്ന കാരവാൻ കണ്ടെത്തുകയും തെളിവെടുപ്പ് നടത്തുകയും വേണമെന്നാണ് കസ്റ്റഡി അപേക്ഷയ്ക്ക് കാരണമായി പ്രോസിക്യൂഷൻ വാദം.
അതേസമയം തനിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്നും ഒട്ടേറെ ശത്രുക്കൾ ഉണ്ടെന്നുമുള്ള വാദമാണ് ജാമ്യാപേക്ഷയിൽ രഞ്ജിത്ത് ഉന്നയിക്കുന്നത്. ആരോഗ്യസ്ഥിതി മോശമാണ്, ബലപ്രയോഗത്തിലുള്ള കരുത്ത് തനിക്കില്ല, പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കും, അതിനാൽ ജാമ്യം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് രഞ്ജിത്ത് ഉന്നയിക്കുക. ശനിയാഴ്ച കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയും 1 ദിവസമെങ്കിലും കസ്റ്റഡി അനുവദിക്കുകയും പിന്നീട് ജാമ്യം ലഭിക്കുകയും ചെയ്താലും രഞ്ജിത്ത് തിങ്കളാഴ്ച വരെയെങ്കിലും ജയിലിൽ തുടരേണ്ടി വരും. ലൈംഗിക അതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയോടെ സംസാരിക്കൽ, തടഞ്ഞുവെക്കൽ, ലൈംഗിക ആവശ്യം ഉന്നയിക്കൽ തുടങ്ങിയവയാണ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെയും റൈറ്റേഴ്സ് യൂണിയന്റെയും അംഗത്വത്തിൽ നിന്നും സംവിധായകൻ രഞ്ജിത്തിനെ സസ്പെൻഡ് ചെയ്തു. സ്ത്രീപീഡന പരാതിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത സംവിധായകൻ രഞ്ജിത്തിനെ സംഘടനയുടെ നിയമാവലി അനുസരിച്ച് സസ്പെൻഡ് ചെയ്തു എന്ന് ഇരു സംഘടനകളും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഡയറക്ടേഴ്സ് യൂണിയന് വേണ്ടി പ്രസിഡന്റ് രഞ്ജി പണിക്കറും ജനറൽ സെക്രട്ടറി GS വിജയനും, റൈറ്റേഴ്സ് യൂണിയന് വേണ്ടി പ്രസിഡന്റ് ബാലചന്ദ്രൻ ചുള്ളിക്കാടും, ജനറൽ സെക്രട്ടറി ബെന്നി P നായരമ്പലവുമാണ് ഇക്കാര്യം അറിയിച്ചത്. രഞ്ജിത്തിനെ മാറ്റി നിർത്തുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ തീർപ്പുണ്ടാക്കുന്നതുവരെ മാറ്റി നിർത്തുന്നതാണ് നടപടിയെന്നും ആ രീതിയിൽ തന്നെയായിരിക്കും രഞ്ജിത്തിന്റെ കാര്യത്തിലും ഉണ്ടാവുക എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം നടിയുടെ പരാതി ചിത്രത്തിന്റെ ആഭ്യന്തര പരിഹാര സെല്ലിൽ ലഭിച്ചിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. ഇക്കാര്യം താൻ പരിശോധിച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ശാലിനി നായർ, കോസ്റ്റ്യൂം വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന പ്രിയ എന്നിവർ ICCയിൽ അംഗങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. ചിത്രീകരണം നടക്കുന്ന സിനിമയ്ക്ക് ICC ഉണ്ടാകണമെന്നും അത് പരസ്യപ്പെടുത്തണമെന്നുമാണ് നിയമമെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ICC ഇല്ലെങ്കിൽ ഫെഫ്ക സഹകരിക്കില്ല എന്നാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനു മുമ്പും ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരിക്കെ രഞ്ജിത്ത് ലൈംഗിക അപവാദം കേട്ടിരുന്നു. ലൈംഗിക പീഡന ആരോപണം നേരിട്ട ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത് രാജിവെച്ചു. ബംഗാളി നടിയുടെ പരാതി പുറത്തു വന്നതിന് പിന്നാലെ രഞ്ജിത്തിനെതിരെ കനത്ത പ്രതിഷേധമാണ് ഉയർന്നത്. ഇതിനൊടുവിലാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവി രഞ്ജിത്ത് ഒഴിഞ്ഞത്. ലൈംഗിക ആരോപണത്തെ തുടർന്ന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം നടൻ സിദ്ദിഖ് രാജിവെച്ചിരുന്നു. ഇതിന് പിന്നാലെ രഞ്ജിത്തിന്റെ രാജിക്കായും വലിയ സമ്മർദ്ദമുണ്ടായി. രഞ്ജിത്ത് രാജ്യസന്നദ്ധത അറിയിച്ചുവെന്ന് സജി ചെറിയാൻ അറിയിച്ചു. സർക്കാർ ആവശ്യപ്പെട്ടിട്ടല്ല രാജിയെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ വാക്കുകൾ ചില മാധ്യമങ്ങൾ തെറ്റായി നൽകി. തനിക്ക് ഒരു കുടുംബമുള്ളയാളാണ്, സർക്കാർ ഇരയോടൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു. പീഡനാരോപണം നേരിട്ട വ്യക്തിയെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കലാകാരനെന്ന് വിശേഷിപ്പിച്ച സജി ചെറിയാന്റെ നടപടിയോട് CPM കടുത്ത അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് രഞ്ജിത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതി ഉയർന്നത്. രഞ്ജിത്തിന്റെ രാജിക്കായി കടുത്ത സമ്മർദ്ദമാണ് LDFിലും സർക്കാരിലും ഉണ്ടായിരുന്നത്. രാജിവെക്കുകയാണ് നല്ലതെന്ന് മുന്നണിയിൽ ഒരു വിഭാഗം നിലപാടെടുത്തു. രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ഉയർത്തിയ ലൈംഗിക ആരോപണം കേരളത്തിനും അപമാനകരമായ സംഭവമാണെന്നും CPI നേതാവ് ആനി രാജ പറഞ്ഞിരുന്നു. രഞ്ജിത്തിനെ പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയ സുതാര്യമായ അന്വേഷണം നടത്തണം, സർക്കാർ സ്വമേധയെ കേസെടുക്കണമെന്നും ആനി രാജ ആവശ്യപ്പെട്ടു.